ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാറുണ്ടോ? എന്നാൽ ഇനി വിഷമിക്കേണ്ട. സാധാരണക്കാരന് ആശ്വാസമായി മിക്ക പൊതുമേഖലാ ബാങ്കുകളും ഇപ്പോൾ മിനിമം ബാലൻസ് പിഴ ഒഴിവാക്കിയിരിക്കുകയാണ്. ഒരു മലയാളി നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ ഫലമായാണ് ഇന്ന് നമുക്ക് ഈ നേട്ടം സ്വന്തമായിരിക്കുന്നത്. മിനിമം ബാലൻസ് ഇല്ലാത്തതിന് പിഴ ഈടാക്കുന്ന രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾക്ക് പണി കൊടുത്തിരിക്കുകയാണ് ഒരു മലയാളി. ബംഗളൂരുവിൽ സ്വന്തം സംരംഭം നടത്തുന്ന തിരുവനന്തപുരം സ്വദേശി പരമേശ്വരൻ കൃഷ്ണയ്യരാണ് പാർലമെന്റ് സമിതിയെ സമീപിച്ച് പിഴ ഈടാക്കുന്നത് ഒഴിവാക്കാനുള്ള നിർദ്ദേശം നേടിയെടുത്തത്. തിരുവനന്തപുരം സ്വദേശി പരമേശ്വരൻ കൃഷ്ണയ്യർ പാർലമെന്റ് സമിതിയിൽ നടത്തിയ ഇടപെടലുകളാണ് ഈ വലിയ മാറ്റത്തിന് തുടക്കമിട്ടത്. അക്കൗണ്ടിൽ പണമില്ലാത്തവരിൽ നിന്ന് വീണ്ടും പിഴ ഈടാക്കുന്ന ബാങ്കുകളുടെ ഈ രീതി അവസാനിപ്പിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം സമിതി അംഗീകരിക്കുകയായിരുന്നു. EMI അടയ്ക്കേണ്ട ദിവസം നമ്മൾ നമ്മുടെ കാശ് എല്ലാ കാശും എടുത്ത് നമ്മൾ EMI നോക്കാൻ നോക്കാം. അവിടെ മിനിമം ബാലൻസ് നമ്മുടെ അക്കൗണ്ടിൽ വെച്ചിട്ട് EMI കുറച്ചടയ്ക്കാൻ നമ്മൾ നോക്കില്ല. നമ്മൾ അല്ലാതെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, പല കാര്യങ്ങൾ വരും. നമ്മുടെ കാശ് ഉപയോഗിക്കുന്നതിനാണ് പെനാൽറ്റി. നമ്മൾ ബാങ്കിന്റെ കാശ് ഉപയോഗിക്കുന്നതല്ല, നമ്മുടെ കാശ് ഉപയോഗിക്കുന്നതിനാണ് പെനാൽറ്റി. പ്രധാനമായും പൊതുമേഖലാ ബാങ്കുകളിലാണ് ഇപ്പോൾ ഈ ആശ്വാസ നടപടി നിലവിൽ വരുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ SBI നേരത്തെ തന്നെ മിനിമം ബാലൻസ് പിഴ പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു. കൂടാതെ കനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക് എന്നിവയിലും ഈ ആനുകൂല്യം ഇപ്പോൾ ലഭ്യമാണ്. സ്വകാര്യ ബാങ്കുകളിൽ മിക്കവരും പിഴ ഈടാക്കുന്നുണ്ടെങ്കിലും ചില ബാങ്കുകൾ താരതമ്യേന വളരെ കുറഞ്ഞ നിരക്കിലാണ് ചാർജുകൾ ഈടാക്കുന്നത്. അതായത് സാധാരണക്കാർക്ക് വലിയ ബാങ്കുകളെ അപേക്ഷിച്ച് ഇവിടെ പിഴഭാരം കുറവായിരിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ഒരു പൊതുമേഖലാ ബാങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പിഴഭാരമില്ലാതെ മുന്നോട്ട് പോകാം. എന്നാൽ ഓരോ ബാങ്കിന്റെയും പ്രത്യേക സ്കീമുകൾ അനുസരിച്ച് മാറ്റങ്ങൾ വരാം എന്നതിനാൽ നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ട് ഇത് ഉറപ്പുവരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.